കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ആദവനാട് പഞ്ചായത്തിൽ അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കേപ്പുരം കുണ്ടുങ്ങൽ സ്വദേശി മാളിയേക്കൽ ഷംസുദ്ദീനാണ് മരണപ്പെട്ടത്. 36 വയസ്സായിരുന്നു. ചെന്നൈയിൽ സ്ഥിരതാമസമായ യുവാവ് ബന്ധുവിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് നാട്ടിലെത്തിയത്. സുഹൃത്തുക്കൾക്കൊപ്പം അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കേപ്പുരം കുണ്ടുങ്ങൽ സ്വദേശിയും ചെന്നൈ കുടിയങ്ങൂരിൽ താമസക്കാരനുമായ മാളിയേക്കൽ റഫീഖിന്റെ മകൻ ഷംസുദ്ദീനാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. വെള്ളത്തിൽ നീന്തുന്നതിനിടെ ഷംസുദ്ദീൻ മുങ്ങി താഴേക്ക് പോവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ഷംസുദ്ദീനെ രക്ഷപ്പെടുത്തി വളാഞ്ചേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാളാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ 8 പേര് 2 വാഹനങ്ങളിൽ വന്നതാണ്. അതിലത്തെ ഒരാളാണ് ഇപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചത്. അപ്പോൾ ഇത് നമ്മളെ നാട്ടിലുള്ളവർക്കൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. കാരണം പല വ്യക്തികളെ പറമ്പ് കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു സെപ്പറേറ്റ് വഴികളൊന്നുമില്ല, ഒരു വ്യക്തികളുടെ സ്ഥലങ്ങളാണ് അതൊക്കെ. അവിടെ പഞ്ചായത്തിനോ ഗവൺമെൻറ്റിനോ വേറൊന്നും ചെയ്യാനില്ല. അവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഒരു തടയണുണ്ട്. ആ തടയണ ഒരു അനുമതിയുമില്ലാതെ കെട്ടിയിട്ട് അതിൽ വെള്ളം നിർത്തിക്കുകയാണ്. അത് ഈ മഴക്കാലത്തിന് ശേഷം അത് പൊളിച്ച് മാറ്റിയല്ലാതെ അവിടുത്തെ അപകടം ഒഴിവാവില്ല. 100% ആ തടയണ പൊളിച്ചേ പറ്റൂ. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവർ വന്ന് കാണാനേ വരുള്ളൂ. അവിടുന്ന് കണ്ടിട്ട് നേരെ പോകും. ഇതാ വെള്ളം നിർത്തുന്നതാണ് ഇവിടെ ആകെ പ്രശ്നം. തടയണയുടെ മേലെ കൂടെ കുട്ടികളൊക്കെ നടന്നുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ഇന്നൊക്കെ ആയിട്ട് ഫുള്ള് ലേഡീസ് കോളേജ് വിദ്യാർത്ഥിനികളെ വരുന്നത്, നീന്തക്കം അറിയാത്ത കോളേജ് വിദ്യാർത്ഥിനികളെ വരുന്നത്. ഇവരൊക്കെ വന്നിട്ട് ആ നിൽക്കണോടത്ത് നിന്ന്, പക്ഷെ കുറച്ചാണ്ട് തെറ്റി നിന്ന് കഴിഞ്ഞാലൊക്കെ കുണ്ടും കുഴിയാണ്. അതിലാണ് ഈ പോകുന്നത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ തടയണ പൊളിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികൃതരുമായിട്ടും ബാക്കിയുള്ളവരുമായിട്ടും നിയമ ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് അത് സംസാരിച്ച് ക്ലിയർ ആക്കണം. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ. മാളിയേക്കൽ റഫീഖ് സൈനബ ദമ്പതികളുടെ മകനാണ്. റുമീനയാണ് ഭാര്യ. മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.